കുറേ നാളുകളായിട്ട് ഇതൊന്ന് ഉണ്ടാക്കണം എന്നിങ്ങനെ ആഗ്രഹിച്ചിരുന്നിരുന്ന് ഇപ്പോഴാണ് കേട്ടോ അതിനെ പറ്റിയ മുഹൂർത്തം വന്നത്. വേറൊന്നുമല്ല, നാളികേരപ്പാൽ ചേർത്ത ചെമ്മീൻ കറി. എൻ്റെ വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കാറ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ നാളികേരം അരച്ചിട്ടാണ് ഇത് തയ്യാറാക്കുക. അപ്പോൾ പിന്നെ എൻ്റെ ഹസ്ബൻഡിനും അതായിരിക്കുമല്ലോ ഇഷ്ടമെന്ന് വിചാരിച്ച് ഞാൻ എപ്പോഴും ചെമ്മീൻ കറി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാക്കാറുള്ളൂ. എന്തായാലും ഇത്തവണ ചെമ്മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു നാളികേരപ്പാലൊക്കെ ചേർത്ത് നല്ല ചൊടിയിലുള്ള ഒരു ചെമ്മീൻ കറി അങ്ങോട്ട് റെഡിയാക്കാം. അപ്പോൾ എന്തായാലും അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. പിന്നെ ഈ ഒരു വീഡിയോ കുറേ അധികം ദിവസങ്ങളായി എടുത്ത് വെച്ചോണ്ട് സത്യം പറഞ്ഞാൽ ചെമ്മീൻ എന്തോ വാങ്ങി എന്നുള്ളത് ഞാൻ മറന്നുപോയി. അതുകൊണ്ട് തന്നെ മസാലയുടെ ആയാലും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും ഞാൻ പറയാനില്ല കേട്ടോ. വേറെ ഒന്നുമില്ല, നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഞാൻ അതിന് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക്. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയുള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ സവാള ചെറുതായി അരിഞ്ഞ് ചേർത്തിട്ട് അതിലേക്ക് പിന്നെ തക്കാളിയും കൂടി ചേർത്ത് നന്നായി വഴറ്റിയിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇത്തിരി അധികം തന്നെ ഇടുന്നുണ്ട് കേട്ടോ. എരിവൊക്കെ നോക്കിയിട്ട് വേണം ഇടാൻ, നമ്മളുടെ എരിവിനനുസരിച്ച്. പിന്നെ അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചിട്ട് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരാനായിട്ട് വയ്ക്കാം. തിളച്ച് വരുമ്പോൾ അതൊന്ന് തുറന്നിട്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ, അത്യാവശ്യം പുളിയുള്ള മാങ്ങ തന്നെ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പ്രോൺസും ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, നന്നായി ഇളക്കുക, വീണ്ടും അടച്ചു വയ്ക്കുക. ഇനി അത് തുറന്നിട്ട് നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഉപ്പ് നോക്കണം കേട്ടോ. ഉപ്പ് എരിവ് എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ആ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് കുറവായാലും ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് പിന്നെ നമുക്കത് കുറച്ച് നേരം കൂടി അടച്ചു വെച്ച് നന്നായി വറ്റി ഇങ്ങനെ വരുന്ന സമയത്ത് അതിലേക്ക് ഒന്നാം പാലും കൂടി ചേർത്ത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ ഓഫ് ചെയ്യാം. അത്രയേ ഉള്ളൂ. പിന്നെ വറുത്തിടുന്ന പരിപാടി. അതെന്താ, വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് നന്നായി വഴറ്റിയിട്ട് കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. പിന്നെ ഈ കറിക്ക് നല്ലൊരു ഭംഗി കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ഇതിൽ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചിട്ട് ഇത് ആ കറിയുടെ മുകളിലേക്ക് ഒഴിച്ചാൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. പിന്നെ ഇത് കഴിക്കാൻ ഏറ്റവും ടേസ്റ്റ് സാധാ മീൻ കറിക്ക് നെക്സ്റ്റ് ഡേ ആണല്ലോ, അതേപോലെ തന്നെയാണ് ചെമ്മീൻ കറിക്കും. നെക്സ്റ്റ് ഡേ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതും അപ്പത്തിൻ്റെയോ അല്ലെങ്കിൽ കുത്തരിച്ചോറിൻ്റെ കൂടെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്തൊരു ടേസ്റ്റ് ആയിരിക്കും എന്നറിയോ. ഈ വീഡിയോ എടുക്കുന്ന ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഈ ഒരു ട്രൈപോഡ് ഉണ്ടല്ലോ അതിങ്ങനെ തലകുത്തി മറിഞ്ഞ് വീഴുന്നുണ്ട്. കാരണം അതിന് താങ്ങാൻ പറ്റുന്നതിനേക്കാളും ഭാരത്തിലുള്ള ഒരു മൊബൈൽ അതും ഇരിക്കണേ. അത് കാരണം കൊണ്ട് അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുമായിരിക്കും. ചട്ടിയൊക്കെ മറിഞ്ഞ് വീഴണ പോലെ ആയിരിക്കും തോന്നുക, പക്ഷേ സംഭവം എൻ്റെ ട്രൈപോഡ് വീഴുന്നതാണ്. സത്യത്തിൽ ഈ കറി വെച്ചിട്ട് കുറച്ചധികം നാളായിട്ടോ. പക്ഷേ വീഡിയോ അങ്ങനെ കിടന്ന് വീഡിയോയ്ക്ക് വോയിസ് ഓവർ എടുക്കുന്ന നേരത്തുണ്ടല്ലോ എൻ്റെ വായിൽ വെള്ളം വന്നിട്ട് വയ്യ. അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ കേട്ടോ. സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.